ആപ്ലിക്കേഷൻ വൈറസ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് പെട്ടെന്ന് കണ്ടെത്താം. അതായത് നിങ്ങളെല്ലാവരും പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വൈറസുകളുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിന് വലിയ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കും. അങ്ങനെ വൈറസുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ അഥവാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ചെറിയ പ്ലേ സ്റ്റോറിൽ തന്നെയുള്ള ഒരു മെത്തേഡാണ്. വളരെ എളുപ്പത്തിലും നിങ്ങൾക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വൈറസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ ബെല്ലൈക്കണോ അവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വൈറസുകൾ കൂടി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോണ് പെട്ടെന്ന് ഹാങ് ആവുകയും വൈറസുകളുടെ പിടിയിൽ നമ്മളെ ഫോൺ സ്റ്റോറേജ് ആവുകയും ചെയ്യുക. അതാണ് വൈറസ് കിടന്നാലുള്ള പ്രശ്നം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പോൾ കുറേ സെറ്റിങ്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. എന്നിട്ടിവിടെ പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. അതായത് എന്തെങ്കിലും വൈറസ്, ഞാൻ പറഞ്ഞതുപോലെ വൈറസ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനു മുമ്പ് നിങ്ങളിവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഇത് രണ്ടും അനേബിൾ ആയിരിക്കണം. ഡിസേബിൾ ആണെങ്കിൽ ഇത് പറ്റില്ല. അനേബിൾ ആയി കിടന്നാലേ ഇത് കറക്റ്റാണ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മൾ പാസ്വേഡൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ടേൺ ഓഫ് ചെയ്യേണ്ട. ഇത് അനേബിൾ ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് സ്കാൻ എന്ന ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്കിവിടെ സ്കാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോട്ട് ഹാർംഫുൾ ആപ്സ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ ഈ ഫോണിൽ ഒരു വൈറസ് ആപ്ലിക്കേഷനിൽ ഒരു വൈറസും കയറിയിട്ടില്ല. നിലവിൽ ഒരു വൈറസും എനിക്ക് എൻ്റെ ഫോണിലുള്ള ആപ്ലിക്കേഷനിൽ ഒരു വൈറസുകളും ഇല്ല എന്നാണ് അർത്ഥം. ഇതിന് പകരം വേറെ ഏതെങ്കിലും മെസ്സേജാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആപ്പിൻ്റെ പേരോ എന്തെങ്കിലും ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കുക. ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ സ്പീഡ് എല്ലാം ഈ വൈറസ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറസുകൾ ഉള്ള ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിലുണ്ടെന്ന് ഡൗട്ട് അടിക്കുകയാണെങ്കിലും എന്തടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇത് അറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അറിഞ്ഞൂടാത്തവർക്ക് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, അറിഞ്ഞൂടാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തെത്തിക്കുക. കാരണം അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരമായി മാറും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.